നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിലയിടിവും ഉൽപ്പാദനക്കുറവും കുരുമുളക് കർഷകരെ കൃഷി മാറ്റാൻ നിർബന്ധിതരാക്കുന്നു. വിളവെടുപ്പ് കുറഞ്ഞതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്ന ദക്ഷിണേന്ത്യയിലെ കുരുമുളക് കർഷകർ ഈ മാസം ആദ്യം വില ക്രമാതീതമായി ഉയർന്നതോടെ ആഹ്ലാദത്തിലായിരുന്നു. ജനുവരി അവസാനം വരെയും ഗാർബിൾഡ്, അൺഗാർബിൾഡ് ഇനങ്ങൾക്ക് കിലോയ്ക്ക് 680-നും 700-നും ഇടയിൽ വിലയുണ്ടായിരുന്ന വില മാസത്തിൻ്റെ തുടക്കത്തിൽ 700 പോലും കടന്നു. ഫെബ്രുവരി 14-ന് ആഴ്ചയിലെ വ്യാപാരം അവസാനിച്ചപ്പോൾ കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ ഗാർബിൾഡ് ഇനത്തിന് 728 രൂപ വരെ എത്തി. പ്രതികൂല കാലാവസ്ഥ കാരണം ഈ വർഷം ഉൽപ്പാദനം 20 മുതൽ 30% വരെ കുത്തനെ ഇടിഞ്ഞതിനാൽ വില ഇനിയും ഉയരുമെന്ന് മിക്ക കർഷകരും പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും അനിയന്ത്രിതമായി ഇറക്കുമതി വിപണിയിൽ ഒരു ആഹ്ലാദ പ്രകടനം സൃഷ്ടിച്ചതിനാൽ അവരുടെ സന്തോഷം അധിക നാളത്തേക്കില്ല. ഇത് വിലയിടിവിന് കാരണമായി. ഇന്ത്യ പെപ്പർ ആൻഡ് സ്പൈസസ് ട്രേഡ് അസോസിയേഷൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞയാഴ്ച വില ക്വിൻ്റലിന് 900 രൂപ ഇടിഞ്ഞു. കുരുമുളകിൻ്റെ ആകർഷണീയത നഷ്ടപ്പെടുന്നു. വർഷങ്ങളായി കാപ്പിയുടെയും ഏലത്തിൻ്റെയും വില വർദ്ധിച്ചതിനാൽ നിരവധി കുരുമുളക് കർഷകർ ഈ കൃഷിയിലേക്ക് മാറുകയാണ്. 2023-24 കിലോയ്ക്ക് 80 രൂപയായിരുന്ന ഉണങ്ങിയ കാപ്പിയുടെ വില കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 ഇരട്ടിയായി. കിലോയ്ക്ക് 200 രൂപ മുതൽ 280 ആയി. ഏലം നിരവധി വർഷങ്ങളായി കിലോയ്ക്ക് 2500 മുതൽ 4500 രൂപ വരെയും സ്ഥിരമായി വില നിലനിർത്തുന്നു. ഇതിന് വിപരീതമായി കുരുമുളക് വില വളരെ കാലമായി 500-നും 700-നും ഇടയിലാണ്. കുരുമുളക് വള്ളികളിൽ നിന്നുള്ള ഉൽപ്പാദനം 50%-ലധികം കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥ കാരണം കുരുമുളക് കൃഷിയുടെ ചെലവ് പല മടങ്ങ് വർദ്ധിച്ചതിനാൽ കൂടുതൽ അധ്വാനം ആവശ്യമുള്ളതിനാലും കാപ്പിയിലേക്ക് കർഷകർ മാറുന്നു. കുരുമുളക് വള്ളികളുടെ വ്യാപകമായ നാശവും വള്ളികൾ പെട്ടെന്ന് വാടിപ്പോകുന്നത് പോലുള്ള രോഗങ്ങൾ തടയാൻ ജൈവവളങ്ങളിലേക്ക് മാറി. പക്ഷേ അതുകൊണ്ടും പ്രയോജനം ലഭിച്ചില്ല. കുരുമുളകിന് കിലോയ്ക്ക് 1000 വില ലഭിച്ചാലും വള്ളികൾ അധികകാലം നിലനിൽക്കാത്തതിനാൽ ലാഭം നേടാൻ കഴിയില്ലെന്ന് പല കർഷകരും പറയുന്നു. മിക്ക കർഷകർക്കും 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ഉൽപ്പാദനം കുറയുന്നു. മഴയുടെ രീതികളും ഉൽപ്പാദനത്തെ ബാധിക്കുന്നു. അമിതമായതും അപര്യാപ്തവുമായ മഴ വിളവിനെ ബാധിക്കുന്നു. കീടനാശിനികളുടെ വില കുതിച്ചുയർന്നതായും പരമ്പരാഗത രാസവസ്തുക്കളോട് കീടങ്ങൾ പ്രതിരോധം വികസിപ്പിച്ചെടുത്തതായും കർഷകർ പറയുന്നു. കീടനാശിനികൾ വളരെ ചെലവേറിയതാണ്. ചിലതിന് വെറും മില്ലിക്ക് 500 രൂപയാണ് വില. കാപ്പി കൃഷിയുടെ ആപേക്ഷിക എളുപ്പം എടുത്തു കാണിച്ചുകൊണ്ട് കാപ്പിച്ചെടികൾ കൂടുതൽ കരുത്തുറ്റതും കുറഞ്ഞ അധ്വാനം ആവശ്യമുള്ളതുമാണെന്ന് കർഷകർ പറയുന്നു. ജലസേചന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏലത്തിന് കൂടുതൽ ലാഭം ലഭിക്കും. എന്നിരുന്നാലും ഉൽപ്പാദന ചെലവും കൂടുതലാണ്. ടെർമിനൽ വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് കുറവാണ്. വയനാട്, നീലഗിരി, കൂർഗ് തുടങ്ങിയ പ്രധാന കുരുമുളക് കൃഷി പ്രദേശങ്ങളിൽ വിളവെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൊച്ചി ടെർമിനൽ വിപണിയിലേക്കുള്ള വരവ് കുറവാണ്. വിളവെടുപ്പ് സീസണിലെ വരവ് പ്രോത്സാഹനജനകമല്ലെന്നും വിപണി വൃത്തങ്ങൾ അറിയിച്ചു. ഫെബ്രുവരി 21-ന് അവസാനിച്ച ആഴ്ചയിൽ ടെർമിനൽ മാർക്കറ്റിൽ 277 ടൺ മാത്രമേ എത്തിയിട്ടുള്ളൂ. മുൻ ആഴ്ചയേക്കാൾ 34 ടൺ മാത്രം വർധനവ്. മസാല കമ്പനികളിൽ നിന്നുള്ള ആവശ്യം വളരെ കൂടുതലാണെന്നും വിതരണക്കാർ ഗ്രാമപ്രദേശങ്ങളിലെ കുരുമുളക് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നുണ്ടെന്നും IPSTA ഡയറക്ടർ പറഞ്ഞു. ഇത് ടെർമിനൽ വിപണിയിലേക്കുള്ള വരവ് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതായും ഫാം ഗേറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നും കർഷകർ പറയുന്നു. നേരത്തെ ഔദ്യോഗിക പ്രവചനങ്ങൾ പ്രകാരം ഉൽപ്പാദനം 1.1 ലക്ഷം ടണ്ണായി കണക്കാക്കിയിരുന്നു. എന്നാൽ ഇത് 85,000 ടണ്ണായി പരിഷ്കരിച്ചു. പിന്നീട് ഫാം ഗേറ്റ് വിലയിരുത്തലുകൾക്ക് അനുസൃതമായി 75,000 ടണ്ണായി കുറച്ചു. ഇടുക്കിയിലും വയനാട്ടിലും കുരുമുളക് ഒരു ദ്വിതീയ വിളയായി മാറിയിരിക്കുന്നു. കർഷകർ ഇടുക്കിയിൽ ഏലത്തിലും വയനാട്ടിൽ കാപ്പിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിലക്കുറവുള്ളതും ഗുണനിലവാരം കുറഞ്ഞതുമായ കുരുമുളകിൻ്റെ അമിത ഇറക്കുമതിയാണ് സമീപകാലത്തെ വിലയിടിവിന് കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. IPSTA ഡാറ്റ പ്രകാരം 2024-ൽ ഇന്ത്യ ആകെ 35,557 ടൺ കുരുമുളകും 2025-ൽ 29,269 ടണ്ണും ഇറക്കുമതി ചെയ്തു. രാജ്യത്തിൻ്റെ വാർഷിക ഉൽപ്പാദനം 50,000 മുതൽ 75,000 ടൺ വരെയാണെങ്കിലും ഇന്ത്യയുടെ വാർഷിക കുരുമുളക് ഉപഭോഗം ഏകദേശം 79,000 ടണ്ണാണ്. 2024-25 കാലയളവിൽ കയറ്റുമതി 19,000 ടൺ ആയിരുന്നു. ഇത് ഉൽപ്പാദനത്തിലും ആഭ്യന്തര ഉപഭോഗത്തിനിടയിലുള്ള വലിയ കുറവിനെ സൂചിപ്പിക്കുന്നു. ഇറക്കുമതിക്കാർ ഉറ്റുനോക്കുന്നത് ഇതാണ്. ഈ വർഷം പുനർ കയറ്റുമതിക്കായി മൂല്യവർദ്ധനവ് അനുവദിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം
1571 ടൺ കുരുമുളക് ഇറക്കുമതി ചെയ്തു. ഇതിൽ 585 ടൺ കൊച്ചി തുറമുഖം വഴിയും 312 ടൺ വല്ലാർപാടം വഴിയുമാണ് എത്തിയത്. ജനുവരിയിൽ ഇറക്കുമതിയിൽ ശ്രീലങ്ക 785 ടണ്ണുമായും ഒന്നാമതും 485 ടണ്ണുമായും വിയറ്റ്നാമും തൊട്ടു പിന്നിലുണ്ട്. മൊത്തം ഇറക്കുമതിയുടെ 50% ശ്രീലങ്കയിൽ നിന്നാണ്. ഈ ഇറക്കുമതിക്കാർ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ മൂല്യവർദ്ധനവ് നടത്തിയ ശേഷം വീണ്ടും കയറ്റുമതി ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും ഇറക്കുമതി ചെയ്യുന്ന കുരുമുളകിൻ്റെ ഭൂരിഭാഗവും പെട്ടെന്നുള്ള ലാഭത്തിനായി ആഭ്യന്തര വിപണിയിലേക്ക് വഴിതിരിച്ച് വിടുന്നുവെന്നും ഇത് അധിക ലഭ്യത സൃഷ്ടിക്കുന്നുവെന്നും പ്രാദേശിക വിലകൾ താഴ്ത്തുന്നുവെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.